Hi students, once again welcome to my channel Surya Hindi Tutor. അപ്പോൾ കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ചാപ്റ്റർ നമ്പർ 3 പക്ഷി ഓർ ദീമക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും അറിയാം, ഈ കഥ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, നമുക്ക് ഈ കഥയിൽ നിന്ന് കുറേ സംഗതികൾ പഠിക്കാനും കിട്ടും. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കഥ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ കുറച്ചൊന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ പഠിച്ചു. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ പ്ലീസ് പോയി കാണുക. അപ്പോൾ ഈ കഥയിൽ 3 ക്യാരക്ടറാണ് ഉള്ളത്. ഫസ്റ്റ് പക്ഷി, സെക്കൻഡ് വൺ ഒരു കാളവണ്ടിക്കാരൻ, അതുപോലെ തേർഡ് വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഈസ് ചിതള്. അപ്പോൾ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. ആ പക്ഷി ഒരു ദിവസം ആകാശത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഭൂമിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാളവണ്ടിയെ കാണുന്നു. കാളവണ്ടിയിൽ കുറേ ചാക്കുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാളവണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, 2 ചിതളുകൾ എടുത്തോളൂ, ഒരു തൂവൽ തന്നോളൂ. അപ്പോൾ നമ്മൾ ഈ കഥയിലെ കഥാപാത്രമുണ്ടല്ലോ, ഈ പക്ഷി, ഇയാൾക്ക് ചിതളുകളെ വളരെ ഇഷ്ടമാണ്. പക്ഷെ പക്ഷിക്കറിയാം ഈ ചിതലുകൾ ഭൂമിയിൽ അത്ര ഈസിയായി കിട്ടുന്നൊരു സംഗതിയല്ല. അപ്പോൾ പക്ഷി ചിന്തിക്കുകയാണ്, അഥവാ ഞാൻ ഒരു തൂവൽ കൊടുത്ത് എനിക്ക് 2 ചിതലുകൾ കിട്ടുകയാണെങ്കിൽ ഇത് വലിയൊരു സൗകര്യമല്ലേ. പക്ഷെ അത് ശരിയാണോ? അല്ല, കാളവണ്ടിക്കാരൻ ആ പക്ഷിയെ പ്രലോഭിപ്പിക്കുന്നതാണോ? അഥവാ കാളവണ്ടിക്കാരൻ ആ പക്ഷിയെ പ്രലോഭിപ്പിക്കുന്നതാണെങ്കിൽ പക്ഷി ആ പ്രലോഭനത്തിലേക്ക് പോയി വീഴുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇനി സെക്കൻഡ് പാർട്ടിൽ വായിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജാസ്തി ഡീറ്റെയിൽ ഞാൻ ഒന്നും അത്ര അധികം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ബോറടിക്കും. ഫസ്റ്റ് പാർട്ട് പോയി അപ്ലോഡ് ചെയ്ത എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കഥയിലെ ഫസ്റ്റ് പാർട്ടിനെ പറ്റി നല്ലൊരു നോളേജ് കിട്ടും. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है और पेड़ के एक डाल पर बैठ जाता है. ആ പക്ഷി അവൻ, വഹ മീൻസ് ആ പക്ഷി അല്ലെങ്കിൽ അവൻ, ഉയരങ്ങൾ വിട്ട് മണ്ഡറാത്ത ഹുവ ചുറ്റിക്കറങ്ങി, മണ്ഡറാത്ത മീൻസ് ചുറ്റിക്കറങ്ങിക്കൊണ്ട് താഴെ ഇറങ്ങി വന്നു. और पेड़ की एक डाल पर बैठ जाता है, എന്നിട്ട് ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നു. പക്ഷികൾ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം അങ്ങനെ ചുറ്റിക്കൊണ്ട് കറങ്ങിക്കൊണ്ടാണ് താഴെ ഇറങ്ങി വരിക. ഈ പക്ഷിയും അങ്ങനെ ഇറങ്ങി വന്ന് ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നു. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ 2 दीमकें दबाकर वह पक्षी फुर से उड़ जाता है. അപ്പോൾ दोनों का सौदा तय हो जाता है. ആ दोनों का മീൻസ് ആ കാളവണ്ടിക്കാരനും ഈ പക്ഷിയും 2 പേരുടെയും സോദ എന്ന് പറഞ്ഞാൽ കച്ചവടം, തേ ഹോ ജാത്ത ഹെ മീൻസ് ഉറപ്പിക്കുന്നു. അപ്പോൾ കാളവണ്ടിക്കാരനും ഈ പക്ഷിയും കൂടെ ഒരു കച്ചവടം ഉറപ്പിക്കുന്നു. എന്താണ് ആ കച്ചവടം? അപ്നി ചോൻസെ, തൻ്റെ ചോൻസ് എന്ന് പറഞ്ഞാൽ കൊക്ക് കൊണ്ട്, തൻ്റെ കൊക്ക് കൊണ്ട് ഏക് പർക്കോ ഒരു തൂവൽ, ഖീച്ച്കർ തോടനെ മേ വലിച്ച് പൊട്ടിക്കുന്നതിന് ഉസേ തക്ലീഫ് ഹോത്തി ഹെ, അവന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ലേക്കിൻ ഉസേ
वह बर्दाश्त कर लेता है, लेकिन പക്ഷേ उसे वह അവൻ അതിനെ സഹിക്കുന്നു. ബർദാശ്ത് कर लेता है मीन्स സഹിക്കുന്നു. मुंह में बड़े स्वाद के साथ, വായിൽ നല്ല സ്വാദോടെ കൂടെ, बड़े स्वाद के साथ मीन्स സ്വാദോടെ കൂടെ, दो दीमकें दबाकर, രണ്ട് ചിതലുകളെ അമർത്തിപ്പിടിച്ചുകൊണ്ട്, പക്ഷി വഹ പക്ഷി ഫുർ സെ ഉഡ് ജാത്താ ഹെ, ആ പക്ഷി അവിടുന്ന് ഫുർ എന്ന് പറഞ്ഞ് പറന്നു പോകുന്നു. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. अब उस पक्षी वाले को, ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡി വാലേസെ, ആ വണ്ടിക്കാരനിൽ നിന്നും, 2 ദീമക്കെ ഖരീദിനെ, രണ്ട് ചിതലുകളെ വാങ്ങുന്നതിനും, और एक पर, ഒരു തൂവൽ, ദേനേമേ കൊടുക്കുന്നതിനും, ബഡി ആസാനി മാലൂം ഹുയി, വളരെ ഈസിയായി തോന്നി. ഇപ്പോൾ ആ പക്ഷിക്ക് എന്താണ്, വണ്ടിക്കാരനിൽ നിന്നും രണ്ട് ചിതലുകൾ വാങ്ങുന്നതിനും ഒരു തൂവൽ അയാൾക്ക് കൊടുക്കുന്നതിനും അതൊരു വളരെ ഈസിയായ പ്രോസസ്സായി തോന്നി. വഹ റോസ് तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. അപ്പോൾ വെഹറോസ്, അവൻ എന്നും തീസരെ പെഹർ, മൂന്നാം യാമത്തിൽ മീൻസ് ഏർലി മോർണിംഗ്, പിന്നെ അതിൻ്റെ ശേഷം ഉച്ച, ഈവനിങ്, പിന്നെ അതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം, രാത്രിയൊക്കെ. അപ്പോൾ ഓരോരോ യാമങ്ങളാണ്. അപ്പോൾ 3-ാം യാമത്തിൽ മീൻസ് വൈകുന്നേര സമയമാവും. അപ്പോൾ എല്ലാ ദിവസവും ആ 3-ാം യാമത്തിൽ തീസരെ പെഹർ നീച്ചെ ഉത്തർത്ത, താഴെ ഇറങ്ങി വന്ന്, ഓർ ഗാഡി വാലേക്കോ, ആ കാളവണ്ടിക്കാരന്, ഏക് പങ്ക് ദേക്കർ, ഒരു തൂവൽ കൊടുത്തിട്ട്, 2 ദീമക്കെ ഖരീദ് ലേത്ത, രണ്ട് ചിതലുകളെ വാങ്ങുന്നു. അപ്പോൾ എല്ലാ ദിവസവും 3-ാം യാമത്തിൽ ആ പക്ഷി താഴെ ഇറങ്ങി വരുന്നു, കാളവണ്ടിക്കാരന് ഒരു തൂവൽ കൊടുക്കുന്നു, രണ്ട് ചിതലുകൾ അയാളടുത്ത് നിന്ന് വാങ്ങുന്നു. കുച്ച് ദിനോं तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. कुछ दिनों तक, കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ തന്നെ, ऐसा ही चलता रहा, ഇതുപോലെ തന്നെ നടന്നുകൊണ്ടേ ഇരുന്നു. एक दिन, ഒരു ദിവസം, ഉസ്കെ പിതാനെ, അവൻ്റെ അച്ഛൻ, ദേഖ് ലിയ, അവൻ്റെ അച്ഛൻ ഇത് കാണുന്നു, ഈ പ്രോസസ്സ് കാണുന്നു. ഉസ്നെ സംജാനെ കി കോശിഷ് കി कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. അപ്പോൾ അച്ഛൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, മോനെ, ഈ ചിതലുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സ്വാഭാവികമായ ഭക്ഷണമല്ല, എന്നുവെച്ചാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണമല്ല. പിന്നെ അതിനുവേണ്ടി, ഓർ ഉൻകേലിയെ, അതിനുവേണ്ടി, അപ്നെ പങ്ക് തോ, നമ്മുടെ തൂവലുകൾ, ഹർഗിസ് നെഹി ദിയേ ജാ സക്തേ, ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും, നെഹി ദിയേ ജാ സക്തേ നൽകിക്കൂടാ, എന്നുവെച്ചാൽ ചിതലുകൾ നമ്മളെ സ്വാഭാവികമായ ഭക്ഷണമല്ല, അതിനുവേണ്ടി നീ ചിതലുകൾക്ക് വേണ്ടി നീ തൂവലുകൾ കൊടുക്കുന്നു, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അച്ഛൻ മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷി ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. उसे ज़मीन पर उतरकर दीमकें खाने की चट लग गई थी. अब उसे ना तो दूसरे कीड़े अच्छे लगते, ना फल, ना अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था.
लेकिन उस नौजवान पक्षी ने പക്ഷേ ആ യുവാവായ പക്ഷിനെ പക്ഷി എന്ത് ചെയ്തു ബഡേ ഹി ഗർവ് സെ വലിയ ഗർവ് മീൻസ് അഹങ്കാരത്തോടെ അപ്നാ മുഹ് തൻ്റെ മുഖം ദൂസരി ഓർ ഫേർ ലിയ ദൂസരി ഓർ കർ ലിയ അപ്പോൾ വേറെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ടു എന്നുവെച്ചാൽ അഹങ്കാരത്തോടെ അച്ഛൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൻ്റെ മുഖം വേറെ ഭാഗത്തേക്ക് അഹങ്കാരത്തോടെ തിരിച്ചിട്ടു. ഉസേ ജമീൻ പർ ഉത്തർ കർ അവന് നിലത്ത് ഇറങ്ങി ദീമക്കെ ഖാനേക്ക് ചിതലുകൾ തിന്നാനുള്ള ചട്ട് ലഗ് ഗയി തീ ചട്ട് എന്ന് പറഞ്ഞാൽ രസം പിടിച്ചിരുന്നു. അവനിപ്പം ചിതലുകൾ നിലത്ത് വന്ന് തിന്നുന്നത് ഭയങ്കര രസം പിടിച്ചിരുന്നു. അബ് ഉസേ നാത്തോ ദൂസരേ കീടേ ഇപ്പോൾ അവന് മറ്റൊരു കീടങ്ങളെയും അച്ഛേ നാ ലഗ്തേ ഇഷ്ടമായിരുന്നില്ല. നാ ഫൽ അവന് പഴവർഗവും ഇഷ്ടമല്ല. നാ അനാജ് കെ ദാനേ അവനിപ്പം ധാന്യമണികളോടും ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. ദീമക്കോ കാ ഷോക്ക് ആ ചിതലുകളോടുള്ള ഇഷ്ടം ഉസ് പർ ഹാവി ഹോ ഗയാ ഥാ അവനെ ഹാവി ഹോ ഗയാ ഥാ മീൻസ് അവനെ മുഴുവനായി കീഴടക്കിയിരുന്നു. लेकिन ऐसा कितने दिनों तक चलता. उसके पंखों की संख्या लगातार घटती चली गई. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. ना बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ों, चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वह बहुत पिछड़ जाता. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले को वे अपने पंख തോട് തോട് കർ ദേത്താ രഹാ. അപ്പോൾ ഈ ഫുൾ പാരഗ്രാഫിൻ്റെ എന്താണ് അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ലേക്കിൻ ऐसा कितने दिनों तक चलता എന്നാൽ അങ്ങനെ എത്ര നാൾ നടക്കും. ഉസ്കെ പംഖോं की संख्या അവൻ്റെ തൂവലിൻ്റെ എണ്ണം ലഗാതാർ തുടർച്ചയായി ഘട്ടി ചലി ഗയി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. अब वह ഇപ്പോൾ അവൻ ഊഞ്ചായിയോ പർ ഉയരങ്ങളിൽ അപ്നാ സന്തുലൻ തൻ്റെ സന്തുലനം സാധ് നഹി സക്താത്ത അവന് അവൻ്റെ തൻ്റെ സന്തുലനം നിയന്ത്രിക്കാൻ പറ്റാതായി. നാ ബഹുത് സമയ തക് പങ്ക് ഉസേ സഹാര ദേ സക്തേ ഥേ അതുപോലെ തന്നെ വളരെ നേരത്തോളം അവൻ്റെ തൂവലുകൾ അവനെ പറക്കാൻ വേണ്ടി സഹായിക്കാനും പറ്റാതായി. ആകാശ് യാത്രാ കെ ദൗരാനുസേ ആകാശത്തിൽ പറക്കുന്ന സമയം അവൻ ജൽദി പെട്ടെന്ന് തന്നെ പഹാഡി ചട്ടാനോ കുന്നുകളിൽ പാറക്കല്ലിൻ്റെ മുകളിൽ पेड़ों की ചോട്ടിയോ മരത്തുഞ്ചത്തിൽ ഗുംബദോ ഓർ ബുർജോ പർ അതുപോലെ ഗോപുരത്തിൻ്റെ മുകളിലൊക്കെ ഹാഫ്തേ ഹുവേ കിതച്ചുകൊണ്ടേ ബാറ്റ് ജാനാ പടുത്ത അവന് ഇരിക്കേണ്ടി വരുന്നു. ഉസ്കെ പരിവാർ വാലേ തഥാ മിത്ര അവൻ്റെ ഫാമിലിയിലുള്ള വേറെ പക്ഷികളും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഊഞ്ചായിയോ പർ തേർത്തേ ഹുവേ ഉയരങ്ങളിൽ നീന്തിക്കൊണ്ടേ ആകെ ബഡ് ജാത്തേ അവനെക്കാട്ടും മുന്നോട്ട് പറന്നു പോകുന്നു. വഹ ബഹുത് പിछड़ जाता അവൻ എത്രയോ ബാക്കിൽ ആയി പോകുന്നു. ഫിർ ഭി ദീമക് ഖാനെ കാ ഉസ്കാ ഷോക്ക് എന്നിട്ടും ആ ചിതലുകൾ തിന്നാനുള്ള അവൻ്റെ ഇഷ്ടം കം നഹി ഹുവാ കുറഞ്ഞില്ല. കം നഹി ഹുവ എന്ന് പറഞ്ഞാൽ കുറഞ്ഞില്ല. ഇത്രയൊക്കെ ജീവിതത്തിൽ അവൻ്റെ സംഭവിക്കുന്നുണ്ട്. അവൻ അത്രയും വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്നിട്ടും ആ ചിതലുകളോട് ഉള്ള ഇഷ്ടമുണ്ടല്ലോ അത് അവന് എന്നിട്ടും കുറയുന്നില്ല. ദീമക്കോं के लिए
गाड़ी वाले को वह अपने पंख തോड़ തോड़ कर देता रहा. ഇപ്പോഴും ആ ചിതലിനു വേണ്ടി ആ വണ്ടിക്കാരന് അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ തൂവൽ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇഷ്ടമായോ? യെസ്, എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ശരിയായ രീതിയിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങൾ ആ സംശയം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.